ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഹേഷ് ഇഷിതേനെ വീട്ടുകാരെയൊക്കെ ധിക്കരിച്ചിട്ട് ആകാശിന്റെ അടുത്ത് കണക്ക് ചോദിക്കാൻ വേണ്ടി പോകുകയാണ്. നേരെ പോകുന്നുണ്ട് ആകാശിന്റെ അടുത്തേക്ക്. ആകാശ് ആ സമയത്ത് ബാറിൽ നിന്നൊക്കെ ഇറങ്ങി കുടിച്ച് ലെക്ക് കെട്ടൊരു കോലത്തിലാണ് കേട്ടോ. മഹേഷിനെ കാണുമ്പോൾ തന്നെ ആകാശ്, ഇതാരും മഹേഷ് ചന്ദ്രനോ, എനിക്കറിയാടാ നീ വരുമോന്ന്. ഒരു ദിവസം നിന്റെ ഭാര്യയെ ഞാൻ ഭീഷണിപ്പെടുത്തി, പക്ഷെ അന്ന് നീ വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്റെ ഭാര്യ ഭയങ്കര കേമത്തിയാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കാൻ വേണ്ടി നീ വരാത്തെന്ന്. പക്ഷെ നിന്റെ മകന് രണ്ട് വഴക്ക് പറഞ്ഞപ്പോഴേക്കും നീ വന്നു അല്ലേ. എടാ, ചെക്കന്റെ തല വലുതായിട്ടൊന്നും പൊട്ടിയൊന്നുമില്ല. ഞാൻ തല പൊട്ടി ചോര വന്ന് അവൻ വലിയൊരു കോമ സ്റ്റേജിലൊക്കെ ആയെങ്കിൽ ഭയങ്കര സന്തോഷാകാന്നൊക്കെ വെച്ചിട്ടിരുന്ന സമയത്താണ് വലിയ കാര്യമുള്ള മുറിവൊന്നും പറ്റില്ലടാ. പക്ഷെ നിന്റെ മകൻ ദ്രോഹിക്കണ തരത്തിൽ, വേദനിക്കണ തരത്തിൽ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഈ ആകാശ് മേനോൻ ചെയ്യോടാ എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട, ആകാശേ ഞാനും നീയും തമ്മിലുള്ള ബിസിനസിന്റെ വാശിക്കാണ് നീ പലതും കാണിച്ചു കൂട്ടുന്നത്. ഞാൻ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണത്? ചീ, നിർത്തടാ. നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നില്ലെന്നോ എന്ന് നീ മാത്രം അങ്ങ് പറഞ്ഞാ മതിയോ? നീ രചനയെടുത്ത് ചെയ്യുന്നത് പിന്നെ എന്താടാ? ഞാൻ പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞു, രചന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതോ ഹോസ്പിറ്റലിൽ കാവൽ നിന്നതോ ഒന്നും രചനക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. എന്റെ മകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. നാളൊരു സമയത്ത് നിന്റെ മകൻ പറയാണ്, അമ്മക്ക് കൂട്ടില്ല, അമ്മയുടെ കൂടെ അച്ഛനും കൂടി ജീവിക്കണം, ഇഷിത അമ്മനെ മറക്കണം എന്നൊക്കെ പറഞ്ഞ നീ അതും ചെയ്യോടാ അപ്പോ എന്ന് പറയാണ്. എടാ, മര്യാദയൊക്കെ സംസാരിക്കണം. രചന ഇനി വെറുതെ തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടടാ. ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതാ അവളെ. അവള് വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് എന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളോടത്ത് ക്ഷമിക്കുമായിരുന്നു, അതിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വിളിക്കുമായിരുന്നു. പക്ഷെ അവള് പോയത് നിന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. കണ്ണിന് കാണാൻ പാടാത്ത പല കാഴ്ചകളും കണ്ട് എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് അവള് പോയത്. അങ്ങനത്തെ ഒരുത്തിന്റെ ഭാര്യയായിട്ട് വേണ്ട. അതിനേക്കാളും നല്ലത് മഹേഷ് പെണ്ണില്ലാതെ ജീവിക്കുന്നത് തന്നെയാടാ. പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷിന്റെ ജീവിതത്തിലേക്ക് മാലാക പോലെ കേറി വന്നാടാ എന്റെ ഇഷിത. അവൾ ഉപേക്ഷിച്ച് മഹേഷിനൊരു ജീവിതമില്ല. നിനക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ രചനയെ പോലത്തെ ഒരു സുന്ദരി പെണ്ണിനെ കൈവിട്ടതിൽ നിനക്കൊരു വിഷമവും ഇല്ലേടാ? എനിക്കോ വിഷമോ? അതെ, നിന്റെ പോലത്തെ സ്വഭാവമല്ല എന്റെ. എല്ലാ ആണുങ്ങളുടെ സ്വഭാവം നിന്റെ സ്വഭാവം പോലെയാണ് തെറ്റിദ്ധരിച്ചാൽ നീയാണ് പമ്പര വീട്ടി. എനിക്ക് അവളൊരു ചുക്കുമല്ലടാ. അവൾക്ക് എന്ത് തേങ്ങാക്കൊലയാണ് ഉള്ളത്? എന്റെ ഇഷിതയുടെ ഏഴായാലും നിൽക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടോ? പഠിപ്പുണ്ടോ? വിവരമുണ്ടോ? അതൊക്കെ പോട്ടെ, തറവാടിത്തം എന്ന് പറഞ്ഞൊരുന്നുണ്ടടാ. അത് ബ്ലഡിൽ അലിയുന്ന ഒന്നാണ്. അത് അവൾക്കുണ്ടോടാ? നിന്നെക്കാളും പണക്കാരനെ കണ്ടാ വേണമെങ്കിൽ അവൾ അതിന്റെ കൂടെ പോകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്റെ മോന്റെ ദേഹത്ത് ഇന്നലെ കൈവച്ചു, ഞാനത് അറിഞ്ഞു. പക്ഷേ ഇനി എന്റെ മോന്റെ ദേഹത്ത് കൈവെക്കോടാ, അവൻ ഞാൻ കൊന്നു കളയും. നീ എന്ത് ചെയ്യും? ചി, നിർത്തറ എന്ന് പറയാണ് മഹേഷ്. വേണ്ട, നീ കുടിച്ചു നിൽക്കുകയാണ്. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം നാളെ നീ പറയൂ കുടിച്ചത് കൊണ്ടിട്ടാണ് മഹേഷ് എന്നെ കീഴ്പ്പെടുത്തിയെന്ന്. കുടിച്ചാലും ഇല്ലെങ്കിലും നിന്നെ കീഴ്പ്പെടുത്താൻ വളരെ സുഖമാടാ. നിന്റെ ഈ ശരീരം ഉണ്ടല്ലോ, വെള്ളം അടിച്ചും അതുപോലെ തന്നെ അമിതമായിട്ട് ഫുഡ് കഴിച്ചു ഉണ്ടാക്കിയ ഈ ശരീരത്തിലെ വണ്ണം, ഇതൊക്കെ ഇല്ലാതാക്കാൻ മഹേഷിന് ഒരു സെക്കൻഡ് മതി. പക്ഷേ ഇപ്പൊ നീ കുടിച്ചിരിക്കൊണ്ട് ഞാൻ നിന്നോട് അധികം സംസാരിക്കുന്നില്ല. ഇനി നീ മേലെ എന്റെ മകന്റെ ദേഹത്ത് കൈ വെച്ചു പോവരുത്. വെക്കോടാ, ഇനിയും വെക്കും. നീ എന്ത് ചെയ്യും? നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ നീ ഉണ്ടാക്കിക്കോടാന്ന് പറഞ്ഞ നീ വെല്ലുവിളിക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് മഹേഷും കുറെ അടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആകാശ് ഇങ്ങോട്ട് 2-3 അടി കൊടുക്കുന്നുണ്ട്. മഹേഷ് അടിച്ചടിച്ച് അവസാനം ആകാശിനെ നിലത്തേക്ക് ഇടാണ്. അയ്യോ, എന്നോട് ക്ഷമിക്കും മഹേഷ്, വിട്, എനിക്കിനി വയ്യായേ, ഞാൻ ചത്തുപോകെ എന്ന് ആകാശ് പറയുന്ന ആ ഒരു സമയം വരെ മഹേഷ് അടിച്ചോണ്ടേയിരിക്കുവാട്ടോ. നോക്ക്, നിനക്ക് അവസാനത്തെ വാണിംഗ് തരുവാണ്. ഇനി എന്റെ വീട്ടിലെ പെണ്ണുങ്ങളെയോ എന്റെ മോനെയോ വെച്ച് നീ കളിച്ചാല് ആകാശെ, നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്റെ മകൾക്ക് ഇഷിതയുണ്ട്, മകനും അവൾക്കുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല. ഞാൻ ജയിലിൽ സന്തോഷമായിട്ട് പോയി കിടക്കും. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം ആകാശെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകാട്ടോ. ആകാശ് അവിടെ തന്നെ കിടക്കാണ്. കുറെ നാട്ടുകാരൊക്കെ കൂടി ആകാശിനെ വീട്ടിലേക്ക് എത്തിക്കണൊക്കെ ഉണ്ട്. അതിനുശേഷം സുമിതയുടെ അടുത്ത് ആകാശ് സംസാരിക്കുകയാണ്. സുമിതേ, എനിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ ഹെൽപ്പ് വേണം. ആ മഹേഷ് അവൻ എനിക്ക് ഇല്ലാതാക്കണം എന്ന് പറയുമ്പോ സുമിത മനസ്സിലാക്കിയാണ്. ഭാര്യ പറയുന്നു ഇഷിതേനെ ഇല്ലാതാക്കാൻ, ഭർത്താവ് പറയുന്നു മഹേഷിനെ ഇല്ലാതാക്കാൻ. ശരിക്കും മഹേഷാണ് ഇല്ലാതാവേണ്ടത്. എങ്കിലല്ലേ തന്റെ ബിസിനസ്സിൽ തനിക്കും ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. മഹേഷ് മരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കേരള ചാപ്റ്റർ തന്റെ കമ്പനിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മഹേഷ് തന്നെ മരിച്ചാൽ മതി എന്ന് നമ്മുടെ സുമിതയും ആലോചിക്കുകയാണ്. നീ എന്താ സുമിത ആലോചിക്കണത് എന്ന് ആകാശ് ചോദിക്കുമ്പോ വേറൊന്നുമല്ല മഹേഷ്, അവന് തന്നെയാ എന്റെയും പ്രശ്നം. അവനില്ലാതാവാണെങ്കിൽ അവന്റെ കേരള ചാപ്റ്റർ ഞങ്ങളുടെ കമ്പനിക്ക് കിട്ടുമല്ലോ, അതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. യെസ്, അത് തന്നെയാ വേണ്ടത്. നമുക്ക് മഹേഷിനെ അങ്ങോട്ട് ഇല്ലാതാക്കാം എന്ന് പറയാണ്.
ഇവരുടെ ഗൂഢാലോചനയൊക്കെ ആദ്യം കേൾക്കുന്നുട്ടോ. ആദ്യം ആകെ ടെൻഷനാവാണ്. ആദ്യമായി കാര്യം അപ്പൊ തന്നെ ഇഷിതനെ വിളിച്ച് പറയണ്ട, ഇഷിതാമേ ഡാഡിനെ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ ആ സുമിതാന്റി ഉണ്ടല്ലോ, അവരത്ര നല്ല സ്ത്രീ എന്നല്ല. അവരും ആകാശങ്ങളും കൂടിട്ടെ ഡാഡിനെ ഇല്ലാതാക്കാനുള്ള എന്തോ പ്ലാനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇഷിത പറയണ്ട, മോനെ ആദ്യം നീ പേടിക്കണ്ട, നീ ടെൻഷൻ ആവണ്ട, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷിത സമാധാനിപ്പിക്കുകയാണെങ്കിൽ ഇഷിതക്കും ആകെ ടെൻഷൻ ആവാണ്. ഇഷിത മഹേഷിനെ അന്വേഷിച്ച് അപ്പുറം റൂമിൽ പോകുമ്പോഴേക്കും മഹേഷിനെ അവിടെ കാണുന്നില്ല. അച്ഛാ, മഹേഷ് എന്തേ? അവൻ കാർ എടുക്കാൻ പോയല്ലോ. കാർ എടുക്കാനോ? എന്നോട് പറഞ്ഞില്ല. മോള് വരാൻ വൈകിയല്ലോ, പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛാ. അത് സാരില്ലെന്നേ, അവൻ കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമല്ലോ എന്ന് പറയാണ് സ്വപ്നവല്ലി. അപ്പോ എന്താ മോള് ടെൻഷൻ പോലെ എന്ന് രാമനാഥ് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, അച്ഛാ ആദ്യം വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. അവൻ വല്ലാത്ത ഭയപ്പെടുന്ന രീതിയിലാണ് വിളിച്ചത്. ആകാശ് എന്തെങ്കിലും മഹേഷിനെ ചെയ്യുമെന്ന് അവന് പേടിയുണ്ടത്രേ. അങ്ങനെ പേടിക്കാൻ മാത്രം അവിടെ നിന്ന് സംസാരം ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആദ്യം അങ്ങനെ പറയില്ലല്ലോ. എന്തായാലും ഞാൻ പോയി നോക്കിയാലോ വെച്ചാ? നീ എവിടെ പോയി നോക്കാനാ? അത് ആ കാർ ഷോപ്പില്, അവിടെയാണല്ലോ കഴുകാനും സർവീസിനും കൊടുത്തേക്കണത്. അവിടെ വരെ ഞാൻ പോയി നോക്കിയാലോ? അതിനെ നിന്റെ കാർ എടുത്തിട്ടല്ലേ അവനിപ്പോ പോയിരിക്കുന്നത്. ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഴപ്പമൊന്നും ഇല്ലെന്നേ, നീ ഇവിടെ നിക്ക്, അവനിപ്പോ വരും, അടുത്ത് തന്നെയല്ലേ എന്ന് രാമനാഥൻ പറയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് സുമിതയും ആകാശിന്റെയും ആൾക്കാര് നമ്മുടെ മഹേഷിന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കണതും മഹേഷിന് ഗുരുതരാവസ്ഥയില് അപകടം പറ്റി ഹോസ്പിറ്റലാവണ ഭാഗവും അങ്ങനെയായിട്ട് സംഭവിക്കുന്നത്. മഹേഷിന് അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ തന്നെയാണ് അപകടം സംഭവിക്കുന്നത്. തലക്ക് നന്നായിട്ട് അടിയേറ്റിട്ടുണ്ട്. മഹേഷ് ഇതിന്റെ ആവശ്യം, അതായത് ഈ സീരിയലിന് വേണ്ടി തലമുടി മൊട്ടയടിക്കുന്നുണ്ട് കേട്ടോ. അതായത് അത്രയും സീരിയസ് ആയിരുന്നു, തലയിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഇതിന് മഹേഷിന് ആകാശ സുമിതയൊക്കെ വന്ന് കാണാൻ വരുന്നുണ്ട്. നീ എന്താണ് പറഞ്ഞത്? നിന്നെ തോൽപ്പിക്കാനാവില്ലെന്നോ? ഇപ്പൊ എന്തായടാ മഹേഷേ? ഇപ്പൊ നിന്റെ തല എങ്ങനെ ആയുള്ളൂ, നാളെ നിന്റെ ശരീരം കൂടി ആകും. തളർന്നൊടിഞ്ഞു കിടക്കുന്ന നിന്നെ പിന്നെ ആർക്ക് വേണ്ട ജഡം കണക്ക് കിടക്കണ? ഞാൻ നീ ജഡ ആകുന്നൊക്കെ വിചാരിച്ചടാ. ഒരു റീത്ത് വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മഹേഷ് വേണ്ട, ആ റീത്ത് നിന്റെ നെഞ്ചി വെച്ച് നീ കിടന്നോടാ എന്നൊക്കെ പറയാണ്. എന്തായാലും നമ്മളെ മഹേഷിന്റെ ജീവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആകാശിനും സുമിതക്കും എടുക്കാൻ സാധിക്കില്ല. പിന്നെ സുമിത അവൾക്കുള്ളത് ഇഷിത തന്നെ കൊടുത്തോളും. കാരണം ആദ്യം ഈ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇഷിതക്ക് മനസ്സിലായല്ലോ, ഈ സുമിതയും ആകാശും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ സുമിതക്ക് നല്ലൊരെണ്ണം ഇഷിത തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോ ഇഷിത തന്നെ അത് സുമിതക്ക് കൊടുത്തോളും. അടിയായിട്ടും ഇടിയായിട്ടും അങ്ങനെ പലതരത്തിലും. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാൻ നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് വരാൻ പോന്നിട്ട്. എന്തായാലും മഹേഷിന്റെ ആക്സിഡന്റ് നമുക്ക് വെള്ളിയാഴ്ച എപ്പിസോഡിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 2 ആഴ്ച മുമ്പേ കാണിച്ച വീക്കെൻഡ് പ്രൊമോ ആണ്. എന്തായാലും അടുത്ത ആഴ്ച ആ ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.